വയനാടെന്ന് ദേശീയ രാഷ്ട്രീയ കണ്ണ് പതിച്ച അട്ടിമറികൾക്ക് അടിസ്ഥാനമേ ഇല്ലാത്ത വയനാട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്ന മണ്ഡലം ഏതാണ്? അത് പൂരങ്ങളുടെ നഗരം, ശക്തന്റെ തട്ടകം തൃശൂർ. ത്രികോണപ്പോരിന്റെ പൊടിപൂരം തൃശൂരിൽ ആര് കൊട്ടിക്കയറും? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. The election specialist 24. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും അധികം മീഡിയ സ്പേസ് കിട്ടിയ ഒരു മണ്ഡലം, എ ക്ലാസ് എന്ന് BJP മന്ത്രം പോലെ ഉരുവിടുന്ന മണ്ഡലത്തിൽ ആരു വാഴും ആരു വീഴുമെന്ന് ഈ നിമിഷവും അപ്രവചനീയം ചങ്കിടിപ്പാണ്. അവിടെ TN പ്രതാപൻ പോസ്റ്റർ ഒട്ടിച്ച് സ്നേഹ സന്ദേശയാത്ര തുടങ്ങിയ സമയത്താണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, ജയന്റ് കില്ലർ കെ മുരളീധരൻ തൃശൂർ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ആർക്കും പിടിതരാതെ അടിയൊഴുക്ക് എങ്ങോട്ടെന്ന് ഒരു സൂചനയും ആർക്കും കൊടുക്കാതെ ഒരു നിൽപ്പാണ് ആ രാഷ്ട്രീയ പ്രഹേളിക പോലെ തൃശൂർ. സാക്ഷാൽ കരുണാകരന്റെ പരാജയ കണ്ണീര് വീണ മണ്ഡലത്തിൽ അതിന് പകരം വീട്ടുമോ പുത്രൻ കെ മുരളീധരൻ? VS സുനിൽകുമാർ എന്ന ജനകീയനെ വജ്രമൂർച്ചയോടെ ഫീൽഡ് ചെയ്ത LDFന് തോൽവിയെന്ന് പറയാൻ പോലും ആവില്ല, ആലോചിക്കാൻ പോലും ആവില്ല. അവിടെ ഇത്തവണ തൃശൂർ എടുത്തേ അടങ്ങൂ എന്ന ഉഗ്രപ്രതിജ്ഞയിൽ സുരേഷ് ഗോപിയും നിൽക്കുമ്പോൾ ജനകീയ പൂരത്തിന് തിടം പേറ്റുന്നത് ആരാണ്? ദാ വരട്ടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്, ഉത്തരങ്ങൾ, സൂചകങ്ങൾ. ആദ്യ ചോദ്യം തൃശ്ശൂരുകാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഫാക്ടർ എന്താണ്? ചോദ്യത്തിന് തൃശ്ശൂർ പറയുന്നു വിലക്കയറ്റം 13.1, രാഷ്ട്രീയം എന്ന് പറയുന്നു 18.3, സ്ഥാനാർത്ഥി മികവ് എന്ന് പറയുന്നു 29.4, തൊഴിലില്ലായ്മ എന്ന് പറയുന്നു 4.2, വികസനമാണ് ഞങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള ഞങ്ങളുടെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നവർ 20.5, അഴിമതിയും വിവാദങ്ങളും എന്ന് പറയുന്നു 6.6, സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനം എന്ന് പറയുന്നു 3.4, മറ്റ് വിഷയങ്ങൾ എന്ന് പറയുന്നു 4.5 എന്ന് പറഞ്ഞാൽ TN പ്രതാപൻ അവിടെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെയുള്ള ചില സർവേ കണക്കുകൾ വന്നതാണ്. അവിടെയും സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനത്തിൽ 3.4% ആളുകളെ അടുത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള ഘടകമായി കാണുന്നു എന്നുള്ളത് ആർക്കനുകൂലമായ സൂചനയാണ് പ്രേക്ഷകരെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആരെന്ന് ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു 45.2, സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നു 33.3, ഇരുവരും ചേർന്നാണ് ഈ സാമ്പത്തിക കെടുതിക്ക് കാരണമെന്ന് പറയുന്നവർ 21.5. തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുന്നവർ 21.1 ആണെങ്കിൽ വിലയിരുത്തുമെന്ന വലിയ ശബ്ദത്തിൽ ഉറച്ചു പറയുന്നവർ 78.9 ദാ തൃശ്ശൂർ. അതാണ് അതിന്റെ ടാലി. ഫോർത്ത് ക്വസ്റ്റ്യൻ, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കുമെന്ന് പറയുന്നവർ 49.7 ആണെങ്കിൽ പരാപരം നിൽക്കുന്നു സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 50.3, 49.7 പേരെ സ്വാധീനിക്കുമ്പോൾ 50.3 പേരെ പൗരത്വ വിഷയം വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതിയല്ല എന്ന് പറയുന്നു. പക്ഷേ 49.7 എന്ന് പറഞ്ഞ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക കണക്കാണ്. ഓക്കെ, അഞ്ചാം ചോദ്യം, കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചത് ബസ് സർക്കാർ എന്ന് പറയുന്നു 11.8, മികച്ചതെന്ന് പറയുന്നവർ 17.3, ശരാശരിയാണെന്ന് പറയുന്നവർ എണ്ണം കൂടുതലാണ് 40.1, മോശമെന്ന് പറയുന്നു 15.2, വളരെ മോശം 15.6 എന്ന് പറഞ്ഞാൽ ആവറേജ്, കേന്ദ്ര സർക്കാർ ആവറേജ് മാർക്ക് കൊടുക്കുന്ന മണ്ഡലങ്ങളിലെ 40.1 കൊടുക്കുന്ന ഏറ്റവും വലിയ മാർക്ക് കൊടുക്കുന്ന മണ്ഡലമാണ് തൃശൂർ. ത്രികോണപ്പോരിന്റെ പൊടിപൂരം തൃശൂരിൽ ആര് കൊട്ടിക്കയറും? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. ഓവർ ടു പാനൽ. ഞാൻ തോന്നുന്നു പാനൽ ഇവിടെ കേന്ദ്ര സർക്കാരിന് ആവറേജ് മാർക്ക് കൊടുക്കുന്ന 40.1 എന്ന് പറയുന്ന ആ കണക്ക് ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കണക്കാണോ? ഹഷ്മി, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് തൃശ്ശൂരിലെ മത്സരത്തെ. ഇതിനകത്ത് ഹാഷ്മി പറഞ്ഞതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഇനി വളരെ നിർണായകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, ബാക്കി 5 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. സുരേഷ് ഗോപിയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് NDA സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി അവിടെ ഈ തവണയും അവിടെ മത്സര രംഗത്തുള്ളത്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ PP വിജയൻ എനിക്ക് തോന്നിയത്, ഒന്ന്, സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര് എന്നതിന് കേന്ദ്ര സർക്കാരിനെയാണ് 45.2% ആളുകളും കാണുന്നത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരാശരിയായി തന്നെ 40% ആളുകളുണ്ട്. വളരെ മികച്ചതായി 11ഉം മികച്ചതായി 17, ഏതാണ്ട് ഒരു 60-68% ആളുകൾ കേന്ദ്രത്തിന് അനുകൂലമായി ഇവിടെ അഭിപ്രായ സർവേയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു ഘടകമായി കാണുന്നു. നമ്മൾ ഈ 5 ചോദ്യങ്ങൾ നോക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൃശ്ശൂരിൽ BJPക്ക് അല്ലെങ്കിൽ BJP കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ചില ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കൂടുതൽ കാരണം BJP കേന്ദ്ര സർക്കാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ഇതാദ്യമായിട്ടാണ് മോശം, നേരത്തെയൊക്കെ 50% കൂടുതൽ മോശം എന്ന് പറഞ്ഞവരാണ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ. ഇവിടെ മോശം, വളരെ മോശം 30% ഒതുങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല ശരാശരി 40% വന്നിരിക്കുന്നു. മികച്ചത് 17,
വളരെ മികച്ചത് 11 എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു 60, ഏതാണ്ട് 62% 60% തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ നന്നായി വിലയിരുത്തുന്നു. അത് BJP മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPക്ക് ഒരു മുന്നേറ്റത്തിന്റെ സൂചന. BJP ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BJPക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് കൊടുക്കും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഏറ്റവും അധികം വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകം വിജയൻ സ്ഥാനാർത്ഥിയുടെ മികവാണ്. അത് ആർക്ക് കിട്ടും? അത് സുനിൽകുമാറിനോ കെ മുരളീധരനോ സുരേഷ് ഗോപിക്കോ എന്ന് പറഞ്ഞാൽ 3 സ്ഥാനാർത്ഥികളും മികവുള്ളവരാണ്. അതാണ് ഞാൻ ചോദിച്ചത്, അത് ആരെയാണ് തുണയ്ക്കാൻ? ഇത്രയും പറഞ്ഞപ്പോഴേ ഗോപി ഒറ്റ കാര്യം പറയും, ഇതിന്റെ റിസൾട്ടൊക്കെ പിന്നെ വരട്ടെ. ഞാൻ ഇന്നലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ മണ്ഡലം കൊമ്പടിയാമാക്കൽ തൃശ്ശൂരിലാണ്. അവിടെ പോയി ഒരു 3-4 കേന്ദ്രങ്ങളിൽ പോകേണ്ടി വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇതാദ്യമായിട്ടാണ് ഞാൻ സംസാരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെട്ട ആൾക്കാർ ഭയങ്കര ടൈറ്റാണ്. ആര് ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല. റിസൾട്ട് എന്തും വന്നോട്ടെ, അത് വേറെ കാര്യം. അത്ഭുതപ്പെടാനില്ല. ആകെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞു വർക്കിന്റെ കാര്യത്തിൽ, ഞാൻ പോയ സ്ഥലങ്ങളിൽ സുനിൽകുമാറിന്റെ LDFന്റെ വർക്കാണ് കുറച്ചും കൂടി പ്രചരണത്തിൽ അവരാണ് മുന്നിൽ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ചില ഇതിൽ വന്നപ്പോൾ സുരേഷ് ഗോപിക്കാണ്. മുരളീധരന്റെ വർക്ക് ഇപ്പോൾ മാളയ്ക്ക് അടുത്തുള്ള മണ്ഡലങ്ങളിലൊക്കെ കുറച്ച് കൂടുതലാണ്, പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും കുറവാണ് എന്ന്, കോൺഗ്രസിന്റെ വർക്ക് കുറവാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ഏതായാലും നമുക്ക് അതിലൊന്നും ഒരു ജഡ്ജ്മെന്റിലേക്ക് പ്രചരണമല്ലല്ലോ, അല്ല പ്രചരണമല്ല ഇതിനെ തീരുമാനിക്കുന്നത്. വിജയന്റെ ഒരു നിരീക്ഷണം എന്താണ്? നമ്മളൊരു പൊളിറ്റിക്കൽ എൽ ക്ലാസിക്കോ എന്ന് പറയാവുന്ന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അതിൽ ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. ഞാനും ഈ സ്ഥാനാർത്ഥിയുടെ മികവ് 29.4 എന്നത് ആർക്കും, ഇപ്പോൾ സുനിൽകുമാർ ആണെങ്കിലും മുരളീധരൻ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ആരും മോശക്കാരല്ല. 3 പേർക്കും ക്ലെയിം ചെയ്യാവുന്നതാണ് 29.4. രാഷ്ട്രീയം എന്നത് അവിടെ 18.3 ഉണ്ട്. രാഷ്ട്രീയ കാരണങ്ങളും ഒപ്പം ഈ വികസനവും അവിടെ വലിയ ചർച്ചയാകുന്നുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളും ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കെ മുരളീധരൻ വന്ന സാഹചര്യം, TN പ്രതാപൻ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു സിറ്റിംഗ് MP-മാരിൽ TN പ്രതാപന് സീറ്റില്ലാതെ പോയി എന്നത്, പിന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ KPCCയുടെ നേതൃതലത്തിലേക്ക് കൊണ്ടുപോയതൊക്കെ അവിടെ ചർച്ചയാകുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ ചിലപ്പോൾ ഈ വോട്ടിൽ പ്രതിഫലിച്ചേക്കാം എന്നതൊക്കെ, അത്തരം സൂചനകളൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പെട്ടെന്ന് പിടിതരാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നായി തൃശ്ശൂർ വളരെ പെട്ടെന്ന് തന്നെ മാറി. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഹാഷ്മി, 5 ചോദ്യങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. ആ ചോദ്യങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ വോട്ടർമാർ സർവേയോട് പ്രതികരിച്ചിരിക്കുന്നത് നോക്കാം. അതനുസരിച്ച് നമുക്ക് അതിന്റെ ഫലത്തിലേക്ക് കടക്കാം. എക്സാക്ട്ലി. ഇവിടെ ആരാണ്? ഇവിടെ വിഷ്ണുമോഹൻ പറഞ്ഞു സുരേഷ് ഗോപിയാണെന്ന് പറയുന്നു. ഇവിടെ താഴോട്ട് വരുമ്പോഴേക്കും സുനിൽകുമാർ ജയിക്കും, നമ്മുടെ സുനിലേട്ടനല്ലാതെ ആര് എന്ന് ചോദിക്കുന്നു കണ്ണമോഹൻ. അബുറാം പറയുന്നു സുനിൽകുമാറാണെന്ന് പറയുന്നു. സുനിൽകുമാറാണെന്ന് മമ്മു പറയുന്നു. സുനിൽകുമാർ 100% എന്ന് വേറെ പ്രേക്ഷകൻ പറയുന്നു. കെ മുരളീധരൻ എന്ന് പറയുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ തന്നെ ഇത് ഏതാണ് തുല്യം പരാപരം നിൽക്കലാണ്. ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആര് ജയിക്കുമെന്ന ചോദ്യത്തിലേക്കുള്ള നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ മറുപടി. 6th ക്വസ്റ്റ്യൻ, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നവർ 29.5% ആളുകളാണ്. ഇല്ല എന്ന് പറയുന്നവർ 19.4% ആളുകളാണ്. അറിയില്ല എന്ന് പറയുന്നു തൃശ്ശൂർകാർ 51.1%. എന്ന് പറഞ്ഞാൽ വയനാട്ടിനേക്കാളൊക്കെ വലിയ സംഖ്യയിൽ ഞങ്ങൾക്ക് ഇത് അറിയില്ല, ഞങ്ങൾക്ക് ഇത് പരിപാടി എന്താ അറിഞ്ഞൂടാ എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവല്ല. തൃശ്ശൂരിൽ ഈ പറയുന്ന രാഷ്ട്രീയ വേട്ടയെക്കുറിച്ചുള്ള മറുപടി പറയാൻ വിമുഖത 50%-ലധികം ആളുകൾക്ക് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അറിയില്ല. ഓക്കെ, 7th ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന് അവിടെയും പറയുന്നു 39.9% ആളുകൾ. VD സതീശൻ എന്ന് പറയുന്നത് 24.4%. രമേശ് ചെന്നിത്തല 14.8%. കെ സുരേന്ദ്രൻ അത് 12.9%. വി മുരളീധരൻ 5.9%. MV ഗോവിന്ദൻ 2.1% ആളുകൾ പറയുന്നു MV ഗോവിന്ദനാണ് മികച്ച അല്ലെങ്കിൽ കേരളത്തിൽ ജനകീയനായ നേതാവ് എന്ന് പറഞ്ഞു. അവിടെയും തൃശ്ശൂർ പോലുള്ള സ്ഥലത്തും 39.9% ആളുകൾ അത് പിണറായി വിജയൻ തന്നെയാണ് പോപ്പുലർ ലീഡർ എന്ന് പറയുകയാണ്. 8ാം ചോദ്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നവർ 38.4%. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു 46.4%. സീതാറാം യെച്ചൂരി എന്ന് പറയുന്നു 8.3%. മമതാ ബാനർജിക്ക് 1.7% മാർക്ക്. അഖിലേഷ് യാദവിന് 0.4%. MK സ്റ്റാലിന് 3.8%. ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം 38.4%. അത് സുരേഷ് ഗോപിക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേവറാണോ എന്ന് വരും ഉത്തരത്തിൽ നിന്ന് മാത്രമേ അറിയില്ല അതുവരെ. 9th ക്വസ്റ്റ്യൻ, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിന് വെല്ലുവിളിയാകും എന്ന് പറയുന്നവർ 21.9%. വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നവർ 29.5%. അഭിപ്രായമില്ലെന്ന് പറയുന്നവർ 48.6%. ഇതിപ്പോൾ കേന്ദ്രവേട്ടയുണ്ടോ?
അല്ലെങ്കിൽ വെല്ലുവിളിയാകുമെന്ന ചോദ്യത്തിനൊക്കെ മറുപടി പറയാൻ വിമുഖരായവരുടെ കൂടുതൽ പേരുടെ അംഗസംഖ്യ തൃശ്ശൂരിൽ കാണുന്നു. എന്താണെന്ന് അറിയില്ല. 10th ക്വസ്റ്റ്യൻ, രാജ്യം ആര് ഭരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? NDA എന്ന് പറയുന്നു 54.4% ആളുകൾ. എന്നാൽ ഇന്ത്യ സഖ്യം ഭരിക്കുമെന്ന് പറയുന്നവർ 27.7 മറ്റുള്ളവർ ഭരിക്കുമെന്ന് പറയുന്നവർ 1.4%. നോ കമൻസ് എന്ന് പറയുന്നവർ 16.5% ആളുകളാണ്. ത്രികോണപ്പോരിന്റെ പൊടിപൂരം. തൃശൂരിൽ ആര് കൊട്ടിക്കയറും? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. അന്തിമ ചോദ്യത്തിലേക്ക്, അന്തിമ മറുപടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നമ്മുടെ കോർ CEO അഖിൽ സുരേഷ് അഖിൽ, ഞാൻ തൃശ്ശൂർ പോയതാണ് നമ്മുടെ ഈ ഇവിടെ രാഷ്ട്രീയം പറയാൻ പരിപാടിക്ക്. ഒരു 10 പേരോട് ചോദിക്കുമ്പോൾ 10 പേരും ഓരോരോ ഉത്തരങ്ങൾ പറയുന്ന, നമുക്ക് ഒരു പിടുത്തവും തരാത്ത, എന്ത് സംഭവിക്കുന്നു എന്നൊരു ഐഡിയ ആർക്കുമില്ലാത്തൊരു മണ്ഡലമാണ്. സർവേക്ക് ഇറങ്ങുമ്പോൾ തോന്നിയ ഫീൽ എന്താണ് തൃശ്ശൂരിൽ? തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളിലും നമ്മൾ സർവേ നടത്തിയപ്പോൾ വിജയകുമാർ പറയുന്ന പോലെ എൽ ക്ലാസിക്കോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം, വോട്ടെണ്ണൽ ദിവസം ഏറ്റവും കേരളം ശ്രദ്ധിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും തൃശ്ശൂരിന്ന് നമ്മുടെ ഈ സർവേയിലെ 10 ചോദ്യങ്ങളുടെ ദിശാസൂചിക കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം സ്ഥാനാർത്ഥികളുടെ മികവ് ഈ നമ്മുടെ സർവേയിൽ വലിയ വിഭാഗം ആൾക്കാർ പറയുമ്പോൾ തന്നെ 3 ഏറ്റവും പ്രബലരായ 3 സ്ഥാനാർത്ഥികളെ, വിജയത്തിനപ്പുറത്തേക്ക് 3 മുന്നണികളും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഏറ്റവും ശക്തമായ മത്സരം മണ്ഡലത്തിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ് 3 മുന്നണികളും. ഇവിടെ സുനിൽകുമാറിനെ പോലെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ CPM ഒരുപക്ഷെ ഏറ്റവും അധികം സംസ്ഥാനത്ത് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവർ ഏറ്റവും അധികം വർക്ക് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയായിരിക്കും തൃശ്ശൂർ സുനിൽകുമാറിന് വേണ്ടിയിട്ട്. നമുക്കറിയാം പത്മജ പോയ സാഹചര്യത്തിൽ K മുരളീധരൻ വളരെ ശക്തനായ വടകര MP ആയിരിക്കെ തൃശ്ശൂരിലേക്ക് മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് മുരളീധരൻ എത്തുന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാന 15 ദിവസമായി എത്തി വളരെ മികച്ച മത്സരം അവിടെ തൃശ്ശൂർ കാഴ്ചവെച്ചു. തൃശ്ശൂർ നിയമസഭയിൽ ഉണ്ടായതുപോലെ ഒരുപക്ഷെ വോട്ടെണ്ണൽ ദിവസം അവസാനത്തെ വോട്ട് എണ്ണിത്തീരുന്നിടം വരെയും വളരെ ശക്തമായ മത്സരം, പ്രവചനാതീതമാണ്. ഇനിയും ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ആർക്കാണ് മുൻതൂക്കം കിട്ടുക എന്ന് പോലും ഒരുപക്ഷെ അത്രയ്ക്കും പ്രവചനിതമാണ് ഇവിടുത്തെ ഫലം. നമുക്ക് സർവേയിൽ ആൾക്കാർ പ്രതികരിച്ചത്. സ്ത്രീ വോട്ടർമാരുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ഫലത്തിൽ വളരെ വലിയൊരു സ്വാധീനം ചെലുത്തുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. സർവേയിൽ പങ്കെടുത്ത സാഹചര്യത്തിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ എൽ ക്ലാസിക്കോ, രാഷ്ട്രീയ എൽ ക്ലാസിക്കോ, ക്ലാസിക് മത്സരം നടക്കുകയാണ്. അവിടെ 3 സ്ഥാനാർത്ഥികൾ പൂരങ്ങളുടെ നാട്ടിൽ ലക്ഷണമൊത്തം 3 കൊമ്പന്മാരെ പോലെ മണ്ഡലങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിൽപ്പാണ്. അവരിൽ തൃശ്ശൂരിൽ താമര വീഴുമോ എന്ന ആദ്യ ചോദ്യം. ശക്തന്റെ മണ്ണിൽ ശക്തി കാട്ടുന്നത് സുനിൽകുമാറോ ലീഡറുടെ പുത്രൻ K മുരളീധരനോ? ദ മോസ്റ്റ് അവൈറ്റിംഗ് റിസൾട്ടാണ് ഷോർട്ട് ബ്രേക്കിന് ശേഷം. ത്രികോണപ്പോരിന്റെ പൊടിപൂരം. തൃശൂരിൽ ആര് കൊട്ടിക്കയറും? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. അയ്യോ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. ക്യൂരിയോസിറ്റി ആയിട്ട് സ്പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ പൂരത്തിന്റെ പിറ്റേന്ന് ആകാശത്തോളം ഉയരത്തിൽ പൊട്ടുന്ന കതിനാവടികൾ പോലെയൊക്കെ ആകാശത്തോളം നിൽക്കുകയാണ്. ദ മോസ്റ്റ് എക്സ്പ്ലോസീവ് മണ്ഡലത്തിന്റെ റിസൾട്ടിലേക്കാണ്. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദാ മറുപടി. VS സുനിൽകുമാർ 35.9% വോട്ടുകളുമായി 1ാം സ്ഥാനത്ത് പറയുന്നു സർവേ. K മുരളീധരൻ 31.5% വോട്ടുകളുമായി തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്ത് പറയുന്നു സർവേ. സൂചനയാണ്, പ്രവചനമാണ്. സുരേഷ് ഗോപി 31.5%, 2ാം സ്ഥാനത്ത് തന്നെ. VS സുനിൽകുമാർ 35.9, K മുരളീധരൻ 31.5, സുരേഷ് ഗോപി 31.5, മറ്റുള്ളവർ 1.1. VS സുനിൽകുമാർ 35.9% വോട്ടുകളുമായി മുന്നിൽ നിൽക്കുന്നത് പറയുകയാണ്. നമ്മുടെ സർവേയിൽ പങ്കെടുത്ത 1000-ലധികം വോട്ടർമാർ K മുരളീധരൻ എന്ന് പറയുന്നവരും സുരേഷ് ഗോപി എന്ന് പറയുന്നവരും 31.5% വോട്ടുകളുമായി 2ാം സ്ഥാനത്ത്. രണ്ടുപേരും അങ്ങനെ ഇഞ്ചോടിഞ്ച് നിൽക്കുന്നു. തൃശ്ശൂരിൽ VS സുനിൽകുമാർ എന്നാണ് നമ്മുടെ സർവേയുടെ പ്രഡിക്ഷൻ. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ VS സുനിൽകുമാർ ഡു ഓർ ഡൈ പോരാട്ടത്തിൽ ഇക്കുറി സുനിലേട്ടൻ ഒരു വോട്ട് എന്ന ക്യാമ്പയിൻ മുഖവിലക്കെടുക്കുന്നു തൃശ്ശൂർ എന്ന് തന്നെ വേണം ഈ സർവേ സൂചന കാണുമ്പോൾ പറയേണ്ടത്. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നാളുകൾ 15 മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഷാർപ്പ് 3% എഡ്ജാണ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഞാനിങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ആഗ്രഹത്തിന്റെ കൂമ്പടച്ചത് 19-ൽ TN പ്രതാപനാണെങ്കിൽ ഇക്കുറി അത് VS സുനിൽകുമാർ. പക്ഷേ 2ാം സ്ഥാനത്തിന് വേണ്ടി തീപാറും പോരാട്ടം. 2ാം സ്ഥാനത്തുള്ള K മുരളീധരനും സുരേഷ് ഗോപിക്കും ഒരേ ശതമാനം, 31.5%. ഒരു രക്ഷയുമില്ലാത്ത എരിപരി പോരാണ്. ഇഞ്ചോടിഞ്ച് പറഞ്ഞാലും പോരാ. ആ പോരിൽ VS സുനിൽകുമാറിന് ഒരു 3% മുൻതൂക്കം. 15 നാളുകൾ ഇനി ബാക്കിയാണ്. അവിടെ ഇപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു ക്രൂഷ്യൽ സാഹചര്യമുണ്ട്. 35. ഞാൻ പാനലിലേക്ക് പോകുന്നു. പാനൽ ഇവിടെ 3%, 15 നാൾ ബാക്കി നിൽക്കുമ്പോൾ അവിടെ പ്രചാരണ ചൂട് അതിന്റെ പരകോടിയിൽ നിൽക്കുമ്പോൾ 3% ശതമാനമാണോ? അല്ല അല്ലേ, ഇതിൽ ആർക്കും ജയിക്കാവുന്ന മട്ടിൽ
പാകപ്പെട്ട് കിടക്കുന്നുണ്ട് തൃശ്ശൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ. അതിൽ ഞാൻ നേരത്തെ അഖിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിർണായകമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെ സ്ത്രീ വോട്ടർമാരുടെ തൃശ്ശൂരിലെ സാന്നിധ്യം, തീരുമാനം നിർണായകമാകും. അത് വിധി നിർണായകമാകും. അവിടുത്തെ അടിയൊഴുക്കിൽ ഒന്ന് സ്ത്രീ വോട്ടർമാരാണ് എന്നൊരു പറച്ചിൽ തൃശ്ശൂരിലുണ്ട്. അത് 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 എനിക്ക് തോന്നുന്നതും അത് ഈ വിധി നിർണ്ണയിക്കുമെന്നതിൽ സ്ത്രീ വോട്ടർമാർ അവരുടെ നിലപാട് തന്നെ വളരെ ക്രൂഷ്യലാണ്. പിന്നെ ഗോപി, അതിലെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഏതാണ്ട് അതിനെ സാധൂകരിക്കുന്ന റിസൾട്ട് നരേന്ദ്രമോദിക്ക് ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ജനപിന്തുണ ഒരു മണ്ഡലത്തിൽ ലഭിക്കുന്നത്. 38.4%. രാഹുൽ ഗാന്ധി 50% താഴെ വരുന്നതും ഈ തൃശ്ശൂർ മണ്ഡലത്തിലാണ്, 46.4. രാഹുൽ ഗാന്ധിക്ക് 67% വയനാടുള്ളത്. മറ്റു പല സ്ഥലങ്ങളിലും 50% കൂടുതൽ ഒരു ജനകീയ പിന്തുണ കാണിക്കാറുണ്ട്. ഇവിടെ 46.4. ഒരു കാര്യം ജെയിംസ് സാറിനോട് ചോദിക്കട്ടെ, ഇത് BJP-യുടെ സംഘടനാ വോട്ടാണോ അവിടെ ഈ പറയുന്ന 31.5? അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പൊ ഈ നരേന്ദ്രമോദിയുടെ BJP അനുകൂല ട്രെൻഡ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ. അതുകൊണ്ടാണ് സുരേഷ് ഗോപി 2ാം സ്ഥാനത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. സാധാരണ സംഘടനാ വോട്ട് വെച്ചിട്ട് അവിടെ ഒരു 25% അതിൽ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചലനമാണല്ലോ. അതിൽ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാനം BJP സംഘടനയൊക്കെ മാറ്റി നിർത്തി സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയോടുള്ള ആഭിമുഖ്യമാണ് പിന്നീട് നരേന്ദ്രമോദിയിലേക്കും BJP ഒക്കെയായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ BJP അവരുടെ പ്രചാരണത്തിൽ പറയുന്ന ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് അറിയുന്നത്, ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എന്നതാണ്. അത് വളരെ നിർണായകമാണ് അവിടെ തൃശ്ശൂരിൽ. മാത്രമല്ല, കരുവന്നൂർ തട്ടിപ്പ് കേസ് ഒരു വലിയ, അതായത് കരുവന്നൂരിലെ നിക്ഷേപ സംഗമമൊക്കെ BJP നടത്തി. അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. പിന്നെ VS സുനിൽകുമാർ എന്നൊക്കെ പറഞ്ഞാണ് BJP-യുടെ. അപ്പൊ ഞാൻ BJP എന്ന സംവിധാനം സുരേഷ് ഗോപി അവിടെ പ്രൊജക്ട് ചെയ്യുമ്പോഴും ഈ 3% എഡ്ജ് അല്ല, അതൊരു 4.4% എഡ്ജ് ഉണ്ട്. അപ്പൊ നമ്മളെ കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 45,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു എഡ്ജ് അല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. എഡ്ജ് ആണ്. പക്ഷേ വിജയൻ നേരത്തെ സൂചിപ്പിച്ചത് അതല്ല. വിജയൻ പറഞ്ഞത് അവിടെ നിർണായകമായി മാറാൻ പോകുന്ന അതിന്റെ അടിത്തട്ടിൽ ചില അടിയൊഴുക്കുകളുണ്ട്. ആ അടിയൊഴുക്കുകൾ നിർണ്ണയിക്കുക അവിടുത്തെ സ്ത്രീ വോട്ടർമാർ ആയിരിക്കുമെന്നാണ്. അവിടെ നമുക്ക് ഇപ്പോൾ ഒരു ക്ലിയർ കട്ടായിട്ട്, ഒരു ഡെഫിനറ്റീവ് ആയിട്ട് ഒരു ആൻസർ പറയാൻ പറ്റാത്ത സാഹചര്യം തൃശ്ശൂരിൽ അങ്ങനെ മറഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് വിജയൻ. നമ്മള് ഒരു മണ്ഡലം, കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി 60,000-ഓളം അല്ലെ 50,000-ഓളം വോട്ടിന്റെ ലീഡ് നേടുകയും പിന്നീട് എണ്ണിയ 3 മണ്ഡലം കൊണ്ട് അദ്ദേഹം 1,00,000-ൽ പരം വോട്ടിന് തോൽക്കുകയും ചെയ്ത് ഒരു കാഴ്ച നമ്മളുടെ മുന്നിലുണ്ടല്ലേ. 45 എന്നൊക്കെ പറയുന്നത് ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒന്നുമല്ല. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് ഗോപി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ പ്രചാരണത്തിന് വന്ന ഒരു മണ്ഡലം. അദ്ദേഹത്തിന്റെ അടുത്ത പ്രചാരണ പരിപാടി തൃശ്ശൂരും കൂടി ചേർത്തിട്ടാണ് കുന്നംകുളത്ത് വരാൻ പോകുന്നത്. അപ്പോൾ കേന്ദ്രത്തിലെ BJP ഘടകം അത് ഈ മണ്ഡലത്തിന് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം ഒക്കെ വളരെ വലുതാണ്. ഇതൊക്കെ അവിടുത്തെ എന്താണ് ഒരു ഫാക്ടേഴ്സിൽ ഒന്നാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, TN പ്രതാപനാണ് സ്ഥാനാർത്ഥി എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. TN പ്രതാപൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു വിഭാഗം, അവിടുത്തെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നു. ഒരുപക്ഷെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആ നിമിഷം തന്നെ BJP സർക്കിളിൽ നിന്ന് തന്നെ സംസാരമുണ്ടായി, അയ്യോ ചാൻസ് പോയല്ലോ എന്ന് പറഞ്ഞാൽ കെ മുരളീധരനും സുരേഷ് ഗോപിയും ബാങ്ക് ചെയ്യുന്ന വോട്ട് ബാങ്ക് ഏതാണ്ട് സമാനമാണ്. നിയമം ആവർത്തിക്കുമോ എന്ന് വെച്ചാൽ സുനിൽ കുമാറിന് ഇപ്പോൾ ഒരു എഡ്ജ് കിട്ടിയിരിക്കുന്നത് ഈ സുരേഷ് ഗോപിയും കെ മുരളീധരനും ഒരേ വോട്ട് ബാങ്കിലേക്ക് ഇൻറോഡ് ഉണ്ടാക്കുമ്പോൾ വളരെ മാറി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള മണ്ഡലങ്ങൾ കയ്യിൽ പിടിക്കുന്നു. 2 കൂട്ടരും സ്പ്ലിറ്റ് ചെയ്ത വോട്ടുകളിൽ നിൽക്കുമ്പോൾ സുനിൽ കുമാറിന് ഇപ്പം ആദ്യ റൗണ്ടിൽ മുന്നേറാൻ പറ്റിയത് ഈ കെ മുരളീധരന്റെ വരവ് തന്നെയാണ്. നിയമത്തെ നമ്മൾ അതാണ് കണ്ടത്. അവിടെ ശിവൻകുട്ടി ജയിക്കാൻ കാരണമായത് കെ മുരളീധരന്റെ വരവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും BJP അവിടെ തള്ളപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. മാത്രമല്ല, കഴിഞ്ഞ തവണ ഏറ്റവും അനുകൂലമായ ഒരു സമയം ഉണ്ടായപ്പോഴും BJP അല്ലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് 2,93,000 വോട്ടുകളാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. അത് ശരിയാണ്, ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല. സുരേഷ് ഗോപിയുടെ വരവ്, സുരേഷ് ഗോപി ഉന്നയിച്ച വിഷയങ്ങൾ, ശബരിമല പോലെയുള്ള പ്രശ്നങ്ങൾ, അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നത് വിജയൻ പറഞ്ഞ പോലെ ഇനി BJPക്ക് അപ്പുറത്തേക്ക് വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് വരും. അത് സ്ത്രീ വോട്ടർമാരായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സുരേഷ് ഗോപിക്ക് ഒരു വിജയ സാധ്യത ഒന്നും തൃശ്ശൂരിൽ ഈ 2 മണ്ഡലങ്ങളെ കുറിച്ച്, തൃശ്ശൂര് തിരുവനന്തപുരം മണ്ഡലങ്ങളെ കുറിച്ച് കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസമായി പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഉള്ളവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം തിരിച്ച് CPM ക്വാർട്ടേഴ്സിൽ നിന്ന് ഉന്നയിക്കുന്നുണ്ട്.
CPM-ഉം BJP-യും തമ്മിൽ ഒരു ധാരണയുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ ഒരു വളരെ ഇതായിട്ട് CPM BJP-യെ സഹായിക്കും, ബാക്കി മണ്ഡലങ്ങളിൽ BJP CPM-നെ സഹായിക്കും. അത് നേരിട്ട് വോട്ട് മാറാൻ പറ്റാത്തതുകൊണ്ട് അതിനൊരു കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണെന്ന് അറിയുമോ PP? അതായത് തൃശ്ശൂരിൽ CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയം തന്നെ, അല്ലെങ്കിൽ സുനിൽകുമാർ എല്ലാ വേദികളിലും പറയുന്നത് തന്നെ, പത്മജ BJP-യിലേക്ക് പോയി, ഇനി K മുരളീധരനും BJP-യിലേക്ക് പോകുന്നു, അങ്ങനെ മുരളീധരനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് സുനിൽകുമാർ. അപ്പൊ ഈ ഒരു അഗ്രിമെന്റ് ധാരണയുണ്ടെങ്കിൽ അതില് K മുരളീധരനെ പ്രതിരോധത്തിലാക്കുന്ന യഥാർത്ഥത്തിൽ പത്മജ തന്നെയാണ്. ചേട്ടൻ വരാൻ തയ്യാറാണ്, അതിന് പൈലറ്റായി ഞാൻ വന്നു. ഇതില് VD സതീശൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട, VD സതീശൻ മാത്രമല്ല കോൺഗ്രസ്സുകാർ നേരിട്ട് ഇപ്പൊ BJP-ക്കാരോട് CPM-ന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ വോട്ട് ചെയ്യില്ല, CPM-കാരോട് പറഞ്ഞാൽ BJP-ക്ക് വോട്ട് ചെയ്യില്ല. പക്ഷേ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽ വിള്ളലുണ്ടാക്കുന്ന രീതിയിൽ വളരെതായിട്ട് പൗരത്വ ഭേദഗതി ബിൽ ഒരു അജണ്ടയാക്കി കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് മറ്റു യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഇത് തിരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ BJP-യെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ക്രൈസ്തവ സഭകളുടെ നിലപാട് സുരേഷ് ഗോപിക്ക് സത്യത്തിൽ പൂർണ്ണമായ അനുകൂലമല്ല. കാരണം വെച്ചാൽ ക്രൈസ്തവ സഭകൾ ഇപ്പോൾ ഈ മറ്റേ മണിപ്പൂർ വിഷയമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ കൊണ്ടുവരികയും അവർ അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായി സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ സഭകളുടെ ഒന്നും പിന്തുണ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണ ഒരു BJP എമർജ് ചെയ്തു വരുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ സംഘടിതമായി തൊട്ടടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് പോൾ ചെയ്യപ്പെടുക എന്നത് രാജ്യത്താകെ നമ്മൾ ഈ കഴിഞ്ഞ 2014, 2019, 2024 ആ കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ തൃശ്ശൂരിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അവിടെ ഏതാണ് തൊട്ടടുത്ത സ്ഥാനാർത്ഥി എന്നതുകൊണ്ടാവാം അക്കാര്യത്തിൽ ആ മൈനോറിറ്റി വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആകുന്നുണ്ട് എന്ന് നമ്മളുടെ ഈ സർവേയിലും കാണുന്നുണ്ട് അല്ലേ? അതൊരു സൂചന തന്നെയാണ്. അതും ഈ പറയുന്ന മണ്ഡലത്തിലെ അടിയൊഴുക്കുകളിൽ ഒന്നാണ്. അല്ല, അതിലെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളില് ഈ മറ്റേ മുസ്ലിം വോട്ടുകളായിരിക്കും ഒരു പക്ഷേ UDF-നും LDF-നും അനുകൂലമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേസമയം അവിടുത്തെ ക്രൈസ്തവ വോട്ടുകളിൽ ഞാൻ പലതവണ ഇപ്പോൾ തൃശ്ശൂർ പോകേണ്ടി വന്നു. ക്രൈസ്തവ വോട്ടുകളിൽ 3 പേർക്ക് വോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. കാരണം സുരേഷ് ഗോപി അവിടുത്തെ ക്രൈസ്തവ വോട്ടുകാർക്കുള്ളിൽ ഇൻറോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മണിപ്പൂർ പോലുള്ള രാഷ്ട്രീയ കാരണം കൊണ്ട് പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ ഇതില് വിജയൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീ വോട്ടർമാർ അത് ഒരുപക്ഷെ നമ്മുടെ സർവേയിലൊന്നും കണ്ടുകൊണ്ടു വരില്ല. സ്ത്രീ വോട്ടർമാരുടെ ഒരു നിലപാട്, രാഷ്ട്രീയത്തിന് അതീതമായ നിലപാട് ഒരുപക്ഷെ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഇതിനകത്ത് ഈ ചോദ്യം കണ്ടില്ലേ PP? പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ഉണ്ടെന്നുള്ളത് ദേശീയ തലത്തിൽ കോൺഗ്രസും ഇവിടെ പ്രധാനമായിട്ട് LDF-ഉം കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. അത് അറിയില്ല എന്നാണ് 51.1% ഞാൻ പറയുന്നത്. ഇതൊരു BJP-ക്ക് അനുകൂലമായ ഒരു ടിൽറ്റ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ K മുരളീധരന്റെ വരവ് സാന്നിധ്യം BJP-യുടെ സുരേഷ് ഗോപിക്ക് ഉണ്ടാകാമായിരുന്ന ഒരു സാധ്യത ഇല്ലാതാക്കുന്നു. ഇപ്പോ അടുത്തതിൽ അറിയില്ല. സുനിൽകുമാർ മുന്നേറിയിരിക്കുന്നു ആദ്യ റൗണ്ടിൽ. പക്ഷെ ഇത് സംഭവിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. തൃശ്ശൂരിലെ K മുരളീധരനെയും സുരേഷ് ഗോപി ഒന്നും നമുക്ക് താഴോട്ട് റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് നിമിഷവും ഇടിച്ചു കയറി വരാം. ഒറ്റ കാര്യമുള്ളൂ, തീരുമാനമെടുക്കാനായി കാത്തു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഡാർക്ക് ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അവർ ഈ തൃശ്ശൂരിൽ അവർ കുറെ കൂടി കൺഫ്യൂസ്ഡ് ആണ്. ആ വോട്ടർമാർ അവരുടെ തീരുമാനവും ഇതിൽ വളരെ ഒരു കാര്യം പറയാം. തൃശ്ശൂരിലെ ഒരുപാട് കാലത്തെ ഇലക്ഷൻ കണ്ട സാഹചര്യത്തിൽ ഇപ്പൊ K കരുണാകരനും VV രാഘവനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ K കരുണാകരൻ ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞൊരു ഇതാണ്. പക്ഷെ 1000 ചില്ലാൻ വോട്ടിന് VV രാഘവൻ ജയിച്ചു. ഇത്രയും ഒരു കടുത്ത ത്രികോണ മത്സരം കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അതിന് ഒരുപാട് ഫാക്ടേഴ്സ്. ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ അഭിപ്രായ സർവേ അനുസരിച്ച് സുനിൽകുമാറിന് ഒരു എഡ്ജ് പ്രവചിക്കുമ്പോഴും പ്രവചനാതീതമായി നിൽക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നേരത്തെ വിജയനൊക്കെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ സ്ത്രീ വോട്ടർമാർ, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സുറപ്പിച്ച് തീരുമാനിച്ചിട്ടില്ലാത്ത വോട്ടർമാർ തൃശ്ശൂരിലെ വിജയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഒരു ഘടകമായി മാറുമെന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എക്സാക്ട്ലി. എന്തായാലും അതിനോട് പാനൽ അധികം പറഞ്ഞു പോകാത്ത ഈ നാട്ടിക, ഗുരുവായൂർ, ചാവക്കാട് മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപക്ഷെ ഇപ്പോഴും ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടില്ലാത്ത ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഫലം നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ എന്തായാലും ഈ 19-ാം തൃശ്ശൂർ പൂരമാണ്. അതിനുശേഷം 26-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ ജനായത്ത പൂരം. പൂരത്തിൽ അവിടെ കൊമ്പന്മാർ അണിനിരക്കും. അതിനുശേഷം നടക്കുന്ന ജനായത്ത പൂരത്തിൽ തിടംപേറ്റുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആരാണ് എന്നുള്ളത് ഇപ്പോഴും
ആകാംക്ഷയുടെ അങ്ങേയറ്റം പിടിതരാ തൃശ്ശൂർ നിൽക്കുകയാണ് VS സുനിൽകുമാറിന്റെ 4.4 എഡ്ജ് എന്ന് പറയുമ്പോൾ പോലും അത്രത്തോളം തീവാറും പോരാട്ടം തൃശ്ശൂരിൽ അവിടെ കൊണ്ടുപിടിച്ച് എരിപുരിയായി സഞ്ചരിക്കുകയാണ് അവിടെ രാഷ്ട്രീയ പോര്.